ഹലോ ഗായ്സ്, സീസണിന്റെ 6ാമത്തെ എപ്പിസോഡ് എല്ലാ കൂട്ടുകാർക്കും. അപ്പോൾ ഇന്നത്തെ ഇവിടെ വെച്ചാൽ നമ്മുടെ കൗ ഫാമിന്റെ മണ്ടയിൽ കൂടെ നമ്മൾ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇനി വരുന്ന എല്ലാ ബിൽഡിന്റെ മണ്ടയിൽ ഒരു ബിൽഡ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം അതിനുള്ള റിസോഴ്സസ് ഞാൻ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത്ര സാധനങ്ങളാണ് അതിനുള്ള റിസോഴ്സസ്. ഇത് ഈ റെസ്റ്റോറൻറ്റ് എന്തിനാ ചോദിക്കുമായിരിക്കും. അപ്പം അത് നമ്മളൊരു ബ്ലഡിന്റെ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പം ഇത് ഞാൻ ഓഫ് ക്യാമറ ഉണ്ടാക്കിയാണ്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലല്ലോ എന്നുള്ള രീതി. അപ്പം ഇത് നമ്മൾ ഓഫ് ക്യാമറ ഉണ്ടാക്കിയാണ്. ബിൽഡ് ഉണ്ടാക്കുന്നതിന്റെ ഒരു കുട്ടി ടൈം ലാപ്സ്. ഗൈസ്, ഒരുപാട് സമയത്തിന് ശേഷം ഞാനത് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കൗ ഫാം. ഇതാണ് നമ്മുടെ കട. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ബാരലിനകത്തുനിന്ന് കുറച്ച് സ്റ്റോണ്, കോബിൾ സ്റ്റോണ്, ഗ്രാവല് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇച്ചിരി ലുക്കാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സാധനം വെക്കാം. ഇവിടെ നമുക്ക് മോസി കോബിൾ സ്റ്റോൺ വെക്കാം. ഇവിടെ നമുക്ക് ഗ്രാവൽ വെക്കാം. ഇങ്ങനെ ഇൻക്ലൂഡിങ് ചെയ്യണം. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് സ്റ്റോണും കൂടെ വെച്ചേക്കാം. അപ്പോൾ നമുക്കൊരു ഡെപ്ത് ഫീൽ ചെയ്യും. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ ഇത് കൊടുത്തേക്കാം, ബ്രിക്കിൻ്റെ. അപ്പോൾ കണ്ടില്ല, നമുക്കൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോണുകൾ കൊടുത്തേക്കാം. അപ്പം ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ ഒരു ആർമർഷാന എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കിവിടെ കുറച്ച് ടോർച്ച് സെറ്റ് ചെയ്യണം. അപ്പം എൻ്റെ ടോർച്ച് എൻ്റെ ബാരലിനകത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 3 ടോർച്ച് എടുത്ത് നമുക്ക് ഹൈഡ് ചെയ്ത് ഓരോ സ്ഥലങ്ങളായിട്ട് വെക്കാം. ഇവിടെ ഒന്ന്, പിന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഒരെണ്ണം വെക്കാം. ഇവിടെ ഒരെണ്ണം വെച്ച്. അപ്പം ഇത്ര അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ആർമർഷാൻ്റെ റൈറ്റിൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം കാണാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോസിലാക്കാം. ഗെയിമിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെ മറികടന്ന് നമുക്ക് ഇച്ചിരി കൂടെ ഓരോ പോസൊക്കെ വരുത്തി നമുക്ക് ചെയ്യാനുള്ളൊരു മോഡാണ് ഇത്. ഈ മോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡൗൺലോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്ന മോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇവർക്ക് നമുക്ക് ആർമർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹെഡ് വേണ്ട, ഹെഡ് ഈ ലാമയുടെ ഹെഡാണിത്. അപ്പം ഈ പ്ലേറ്റ് ഉണ്ടോ താഴത്തെ, അത് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സാധനമുണ്ട്, ബേസ് പ്ലേറ്റ്. അത് ഓഫാക്കിയാൽ മതി. ഇനി നമുക്ക് ഇവൻ്റെ കയ്യിലോട്ടൊരു വീറ്റ് കൊടുക്കാം. എന്നിട്ട് ഇവരെ ഇപ്പോൾ ഇവർക്ക് കയ്യില്ലല്ലോ, അപ്പം ആർംസ് എന്നുള്ള കൊടുത്താൽ മതി. അപ്പോൾ ഇവന് കൈയും വരും. അപ്പോൾ ഇവനെ ഇനി ബ്രീഡ് ചെയ്യുന്ന പോലെ കാണിച്ച് ഒരു പോസാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ കാശ് നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ പശുവിനെ ബ്രീഡ് ചെയ്യുന്നതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. അതോ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേബിൾ കൊണ്ട് ഉണ്ടാക്കിയിടണം. നമ്മൾ 2 പെൻസ് ഇട്ടിട്ട് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഒരു ട്രാപ്പ് ഡോറുടെ അപ്പം നമുക്കൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ വെച്ചിട്ട് നമുക്ക് ഒരു സീറ്റ് കൂടെ ഉണ്ടാക്കാം. അപ്പം ഇതാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ വേൾഡിൽ ഇത്രയും പശുക്കളും ഇത്രയും വില്ലേജേഴ്സും 52 വില്ലേജേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വേൾഡ് നല്ല ലാഗായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് ബോറാകുമായിരിക്കും. ഉടനെ ഞാനത് ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ ഒരു ആർമർ സ്റ്റാൻഡ് ഏകദേശം ഇവിടെ ആയിട്ട് വെക്കുവാണ്. ഇവിടെ വെക്കാം നമുക്ക് നമ്മുടെ ആർമർ സ്റ്റാൻഡ്. എന്നിട്ട് ഇവിടുന്ന് ഒരു 1, 2, 3, 4ാമത്തെ ബ്ലോക്ക്, 5ാമത്തെ ബ്ലോക്കിൽ ഒരു ആർമർ സ്റ്റാൻഡ്. ഇത്ര സ്പേസ് വേണോ ഗൈസ്? 1, 2, 3, 4, 5 5ാമത്തെ ബ്ലോക്കിൽ നമ്മുടെ ആർമർ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡയറക്റ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരെണ്ണം കൂടെ വെച്ചിട്ട് ഇങ്ങനെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ഇവൻ്റെ കൈ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത്ര എടുത്തോളൂ. നമുക്ക് ഈ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവന്മാർക്ക് ആർമർ ഇട്ട് കൊടുക്കാം. നമ്മൾ വാണ്ടറിൻ്റെ ഹെഡാണ് കൊടുക്കുന്നത്. അപ്പം ആംസും കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ളവനും. അപ്പോൾ ഞാൻ ഇവന്മാർക്കൊരു നല്ലൊരു പോസ് കൊടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഗൈസ്, നിങ്ങൾ മുമ്പിൽ കാണുന്നുണ്ടായിരിക്കും നമ്മളൊരു വാണ്ടറിൻ്റെ തല കൊടുത്ത് 2 പേരെ നിർത്തി നമ്മൾ ഇവന്മാർക്ക് 4 ബ്ലോക്ക് നമ്മുടെ സ്പ്രൂസ് വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇത് കൊണ്ടുപോകുന്നതായിട്ട് നമ്മുടെ ഈ ട്രീ ഫാമിൽ നിന്ന് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വാണ്ടറിൻ്റെ കണ്ടായിരുന്നു. അവനിപ്പോൾ നമുക്ക് അക്കേഷ്യയുടെ സാപ്ലിംഗ് തരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ട്രേഡിംഗ് ആണ്. അപ്പം അതിലേക്കുള്ള നമുക്ക് കടക്കാം. എൻ്റെ ബൂട്ടും പൊട്ടിയിട്ടുണ്ട്, ഹെൽമെറ്റും പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ എനിക്ക് പാൻറ്റും ഷർട്ടും മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഗൈസ് നമുക്കിനി ലെക്ചർ ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് നമ്മുടെ മേളിലുള്ള വില്ലേജേഴ്സിന് 16 പേർക്ക് നമുക്ക് ജോലി കൊടുക്കാം. അപ്പം നമുക്ക് ഉള്ളത്ര ഉണ്ടാക്കാം. തൽക്കാലം നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്കിത് ഫുള്ള് പേപ്പറാക്കാം. ഞാൻ ഇത്ര നേരം AFK നിൽക്കുമായിരുന്നു, അതുകൊണ്ട് AFK നിന്നിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് പേപ്പറാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 4 സ്റ്റാക്ക് എടുത്ത് നമ്മുടെ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലെതറും കൂടെ വെച്ച് നമുക്ക് വേണ്ടി ഇതുണ്ടാക്കാം. നമ്മുടെ ബുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ 28 ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. അപ്പം 9 ബുക്ക് ഷെൽഫ് റെഡി. ഇനി നമുക്ക് ഇതുകൊണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ 9 ലെക്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് 9 മതി. നമ്മുടെ ഇഷ്ടം പോലെ പേപ്പർ മിച്ചമുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഏറ്റവും മണ്ടയിലുള്ളവർക്ക് നമുക്ക് ജോലി എടുക്കാം. താഴെയുള്ളവരെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പം ഇവിടെ ഇത്രയും തികയത്തില്ല, എന്നാലും ഞാൻ ഉള്ളത് ഇത്രയും വെക്കാൻ പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ലെക്ടേൺ ഉണ്ടാക്കാനുള്ള ബുക്കും കൂടെ ഒപ്പിച്ചിട്ട് ഞാൻ വരുന്നു. ഗൈസ് ബാക്കി 7 കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 2 3 4 5 6 7. അപ്പം ഇവർ കുറച്ച് പേര് ട്രേഡ് എടുത്തിട്ടില്ല. അപ്പം ഞാനത് സെറ്റ് ആക്കിക്കോളാം ഓഫ് ക്യാമറയിൽ. താഴെയുള്ളവർക്ക് ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പം ഞാൻ ഇവർക്ക് വേണ്ട ബുക്കൊക്കെ ആക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് കുറേ നേരത്തിന് ശേഷം നമുക്ക് വേണ്ട ട്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ബുക്ക് ഷെൽഫ് ഈ ഒരു ഏരിയ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നാളത്തെ വീഡിയോയിൽ ഞാൻ അതെല്ലാം കാണിച്ചു തരാം. താഴെ ഞാനിപ്പോൾ ഓഫ് ക്യാമറയിൽ ഈ ഒരു നിലയിലെ ആൾക്കാരെ, താഴത്തെ നിലയിലെ ആൾക്കാരെ ഞാൻ ആക്കുന്നതായിരിക്കും. അപ്പം അതിന് മുമ്പ് ഞാനൊരു തല കണ്ടു. ഞാൻ ഇപ്പോൾ വരാവേ. തുപ്പാതെ